നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓഡിബിൾ ആണോ? ആരെങ്കിലും ഒന്ന് മെസ്സേജ് ഇടുവോ? ഓക്കെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇംഗ്ലീഷില് ആന്റോണിയംസും സിനോണിയംസും ആ ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ദി വേർഡ് ഡിസ്റ്റേറ്റ്സ്ഫുൾ ഈസ് ക്ലോസസ്റ്റ് ഇൻ ദി മീനിങ്. നമുക്ക് എക്സാമിന് ക്ലോസസ്റ്റ് എന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്, സിനോണിം എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ഓപ്പോസിറ്റ് ആണെങ്കിൽ ആന്റോണിയം എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഡിസ്റ്റേറ്റ്സ്ഫുൾ എന്ന് പറയുന്ന വേർഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കാം ഇതിന്റെ സിനോണിം എന്ന് പറയുന്നത്? സിനോണിം എന്ന് പറയുന്നത് അൺപ്ലസന്റ് എന്ന് പറയുന്നതായിരിക്കാം. ഇതിനകത്ത് പിന്നീട് നമുക്കിപ്പം അൺപ്ലസന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു വസ്തുവിനെയാണ് നമ്മൾ ഡിസ്റ്റേറ്റ്സ്ഫുൾ അല്ലെങ്കിൽ അൺപ്ലസന്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്ലസന്റ് എന്നൊക്കെ പറയുന്നത് അതിന്റെ ആന്റോണിംസ് ആണ്, ആ വാക്കിന്റെ ആന്റോണിംസ് ആണ്. ഡിസ്റ്റേറ്റ്സ്ഫുളിന്റെ ആന്റോണിംസ് വേറെ എന്ത് വരാം? ടേസ്റ്റി എന്ന് പറയുന്ന വേർഡ് വരാം. ടേസ്റ്റി വരാം. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത വേർഡാണ് ആക്യുവസ്. ആക്യുവസിന്റെ സിമിലർ മീനിങ് വരുന്ന ഏത് വേർഡ് ആയിരിക്കാം ഇതിനകത്ത് വരുന്നത്? കൺസെന്റ് എന്ന് പറയുന്ന വേർഡ് ആയിരിക്കാം. കൺസെന്റ് എന്ന് പറയുന്നത് വേറെ എന്ത് വരാം? കൺസെന്റിന്റെ സിമിലർ മീനിങ് വേറെ എന്ത് വരാം? എഗ്രി എന്ന് പറയുന്നത് വരാം. അതിന്റെ ആന്റോണിയം എന്തായിരിക്കാം വരുന്നത്? ആന്റോണിയം എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കാം? ഇപ്പൊ നമ്മൾ കൺസെന്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാം. അപ്പൊ അതിന് എന്താ? റെഫ്യൂസ്. ഇതിനകത്ത് റെഫ്യൂസ് എന്ന് പറയുന്നത് അക്യൂസിന്റെ ആന്റോണിയം ആണ്. അല്ലെങ്കിൽ റെഫ്യൂസ് അല്ലെങ്കിൽ റിജക്റ്റ് എന്നൊക്കെ വരാം. അടുത്തത് എസ്കലേറ്റിന്റെ മീനിങ് എന്തായിരിക്കാം? എസ്കലേറ്റ് എന്ന് പറഞ്ഞാൽ കൂടുക. നമ്മൾ എസ്കലേറ്റർ മുകളിലോട്ട് കയറാനും ഇറങ്ങാനും യൂസ് ചെയ്യുന്നതാണ്. അപ്പം എസ്കലേറ്റ് എന്ന് പറയുന്നത് മുകളിലോട്ട് കയറുക, സ്റ്റെപ്പ് അപ്പ് ചെയ്യുക, വർദ്ധിപ്പിക്കുക എന്നൊക്കെയാണ് അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പം സ്റ്റെപ്പ് അപ്പിന്റെ വേറെ എന്തൊക്കെ വരാം? ഇൻക്രീസ് വരാം, ആക്സലറേറ്റ് ചെയ്യപ്പെടാം, അതൊക്കെ വരാം. അതിന്റെ ആന്റോണിയം എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? ഡിക്രീസ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കുക, അല്ലെങ്കിൽ ഇതിന്റെ പോലെ തന്നെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക എന്നും പറയാം. ഓക്കെ, അടുത്തത് അമേലിയോറേറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റിയിട്ടൊന്ന് പറയണേ, എനിക്ക് മെസ്സേജ് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അമേലിയോറേറ്റ് എന്ന് പറയുന്നത് ടു മേക്ക് സംതിങ് ബെറ്റർ. എന്തെങ്കിലും ഒരു കാര്യത്തിനെ നമ്മൾ ബെറ്റർ ആക്കുക എന്നൊരു മീനിങ് ആണ് അമേലിയോറേറ്റിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇപ്പം ഈ വേഴ്സൺ എന്ന് പറയുന്നത് അതിന്റെ ആന്റോണിയം ആയിട്ട് നമുക്ക് പറയാം. ഇംപ്രൂവ് എന്ന് പറയുന്നതാണ് ഇതിനകത്ത് അമേലിയോറേറ്റിന്റെ സിനോണിം ആയിട്ടുള്ളത്. വേഴ്സൺ അതിന്റെ ആന്റോണിയം ആണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് കാക്കഫോണി എന്ന് പറയുന്നത് ഇപ്പം ഒരു നോയിസ് റിലേറ്റഡ് അല്ലെങ്കിൽ വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പൊ നമുക്ക് ഒട്ടും പറ്റാത്ത സൗണ്ട്, അതായത് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് കേൾക്കാൻ അത്രയ്ക്ക് സുഖമില്ലാത്ത ഒരു സൗണ്ടിനെ പറയുന്നതാണ് കാക്കഫോണി. അപ്പം ലൗഡ് ആയിട്ടുള്ള നോയ്സ്, നമുക്ക് ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ലൗഡ് നോയ്സിനെയൊക്കെയാണ് കാക്കഫോണി എന്ന് പറയുന്നത്. അപ്പം അതിന്റെ വേറെ എന്തൊക്കെ വരാം? ലൗഡ് നോയ്സ് വരാം, ഹാർഷ് ആയിട്ടുള്ള വോയിസ് വരാം, അതൊക്കെ വരാം. ഇതിന്റെ ആന്റോണി നമ്മൾ ഇനി അടുത്തത് പഠിക്കുന്നുണ്ട്, അപ്പൊ അത് നോക്കാം.
യൂഫോണി. യൂഫോണി എന്ന് പറയുന്നതും ഇതേപോലെ വോയിസ് റിലേറ്റഡ്, സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹാർഡ് സൗണ്ട് നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു കാക്കഫോണിയുടെ സിനോണിം ആണ്. പക്ഷെ യൂഫോണി എന്ന് പറയുന്നത് നല്ല നല്ല പ്ലസന്റ് ആയിട്ടുള്ള സൗണ്ട്, നമുക്ക് കേൾക്കാൻ ഇഷ്ടമായിട്ടുള്ള മെലഡിയസ് ആയിട്ടുള്ള, അതിന്റെ വേറൊരു സിനോണിമാണ് മെലഡിയസ്. മെലഡിയസ് മെലഡിയസ് ആയിട്ടുള്ള സൗണ്ട്. മെലഡിയസ് ആയിട്ടുള്ള സൗണ്ട് ഇതിനകത്ത് ഏതാണ്? ഹാർമോണിയസ്. ഹാർമോണിയസ് എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു ടേം. യൂഫോണിയുടെ സിനോണിം എന്ന് പറയുന്നത് ഹാർമോണിയസ് സൗണ്ട്. അടുത്തത് സംതിങ് ദാറ്റ് ഈസ് ഡെലറ്റേറിയസ്. ഡെലറ്റേറിയസ് എന്ന് പറയുമ്പം നമ്മൾക്ക് ഉപദ്രവകാരിയായിട്ടുള്ള, ഹാംഫുൾ ആയിട്ടുള്ള ഒരു ടേം ആണ് ഡെലറ്റേറിയസ്. ഹാംഫുൾ എന്ന സിമിലർ മീനിങ് വരുന്ന ഒരു വേർഡാണ് ഡെലറ്റേറിയസ്. അപ്പം ഡെലറ്റേറിയസിന്റെ എന്തായിരിക്കാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് എന്ന് പറഞ്ഞാൽ ഹാംലെസ്. ഹാംലെസ് ആയിട്ടുള്ളത്, ഹാംലെസ് സേഫ് ആയിട്ടുള്ളത് എന്നൊക്കെ വരാം. ഓക്കെ, അടുത്തത് സ്പീഡ് കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഓക്കെ, ആൻ എഫർവസന്റ് പേഴ്സണാലിറ്റി. അത് നമ്മളൊരു പേഴ്സണാലിറ്റി പറയുന്നതാണ്. അതായത് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള, ഭയങ്കര എന്താ എല്ലാ കാര്യവും നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന, ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളെ പറയുന്നതാണ് എഫർവസന്റ്. അപ്പൊ നമുക്ക് പറയാം ഹി ഈസ് വെരി എഫർവസന്റ് പേഴ്സൺ എന്നുള്ള രീതിയിൽ പറയാം. അപ്പം ഇതിനകത്ത് എന്ത് വരാം? ലേസി എന്തായാലും വരത്തില്ല. ലേസി എന്നൊക്കെ പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ്, കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ്. ഡള്ളും കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എന്തായിരിക്കാം? ലൈവ്ലി. ഓക്കെ, ഇപ്പം അതിന്റെ വേറെന്തൊക്കെ വരാം? ഡള്ള് പറഞ്ഞു, നമ്മള് ലേസി പറഞ്ഞു, പിന്നെ ഇനാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺസ് അല്ലെങ്കിൽ ലൈഫ്ലെസ് ആയിട്ടുള്ള പേഴ്സൺസ്, ഇതൊക്കെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. നിങ്ങൾ എന്ത് പഠിച്ചാലും ഇപ്പം ഒരു വേർഡ് പഠിക്കുകയാണെങ്കിൽ അതിന്റെ അന്റോണിയംസും നോക്കണം, സിനോണിംസും സൈമൾട്ടേനിയസ്ലി നോക്കി തന്നെ പോകണം. എന്നാലേ നമുക്കത് കറക്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റൂ. അടുത്തത് ഫാസ്റ്റീഡിയസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തൃപ്തിപ്പെടുത്താൻ ഭയങ്കര പാടുള്ള ഒരാള്. അതായത് ഭയങ്കര കഷ്ടമാണ് അയാളെ സംതൃപ്തിപ്പെടുത്താന്. അങ്ങനത്തെ ഒരാളെ പറയുന്നതാണ് ഫാസ്റ്റീഡിയസ് പേഴ്സൺ എന്നൊക്കെ പറയുന്നത്. ഇതിനകത്ത് അതിന്റെ സിമിലർ മീനിങ് വരുന്നത് മെറ്റിക്കുലസ് എന്ന് പറയുന്നതാണ് അതിന്റെ സിമിലർ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എ ഗ്രിഗോറിയസ് പേഴ്സൺ. ഒരു ഗ്രിഗോറിയസ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്? അതായത് സോഷ്യലി ജീവിക്കുന്ന, എല്ലാവരും ഭയങ്കര കൂട്ടായിട്ട് ജീവിക്കുക, ഭയങ്കര സോഷ്യബിൾ ആയിട്ടുള്ള ഒരാളെ പറയുന്നതാണ് ഗ്രിഗോറിയസ്. അതാണ് ഇത്. ഓക്കെ, ഗ്രിഗോറിയസ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻട്രവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, കംപ്ലീറ്റ്ലി ഒറ്റപ്പെട്ട് സോളിറ്ററി ആയിട്ട് ജീവിക്കുന്ന ഒരാളെ പറയുന്നതാണ് ഇൻട്രവേർട്ട്. ഒറ്റയ്ക്കൊക്കെ ജീവിക്കുക, അൺസോഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് ഇൻട്രവേർട്ടഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഗ്രിഗോറിയസ്. ഓക്കെ, അടുത്തത് ഹാഫസാഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മള് ഹാഫസാഡ് ആയിട്ട് സെലക്ട് ചെയ്യുക എന്നൊക്കെ പറയും. അതായത് നമ്മൾ റാൻഡം ആയിട്ട് ഒരാളെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാള്, ഒട്ടും പ്ലാൻഡ് അല്ലാത്തത് എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇതിൻ്റെത്. അപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ റാൻഡം ആണ് ഇതിന്റെ കറക്റ്റ് വേർഡ്, സിനോണിം ആയിട്ടുള്ള വേർഡ്. ഇതിന്റെ ബാക്കി എല്ലാം കൊടുത്തേക്കുന്നത് അതിന്റെ ആന്റോണിംസ് ആണ്. ഇൻഎഫബിൾ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ സ്പീക്കബിൾ അല്ലാത്തത്, അൺഡിസ്ക്രൈബിൾ ആണ് ഇതിനകത്തെ വേർഡ്, സിനോണിം ആയിട്ടുള്ള വേർഡ്. ബാക്കി എന്തൊക്കെ വരാം? ആന്റോണിംസ് എന്തൊക്കെ വരാം? ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്, ഡിഫൈനബിള്, ഡിസ്ക്രൈബിള്, കമ്മ്യൂണിക്കബിള്, ഇതൊക്കെ അതിന്റെ ആന്റോണിംസ് ആണ്. ഇൻഎഫബിളിന്റെ സിനോണിം ആണ് ഇൻഡിസ്ക്രൈബിൾ. ഓക്കെ,
അടുത്തത് ജസ്റ്റാപോസ്. ടു ജസ്റ്റാപോസ് ടു തിങ്സ്, അതായത് രണ്ട് വസ്തുക്കളെ നമ്മൾ എന്തോ ചെയ്യുന്നതിനാണ് ഇത് പറയുന്നത്. അപ്പം ഇതിനകത്ത് എന്തായിരിക്കാം? ഓക്കെ, നമ്മൾ രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്യുക, കണക്ട് ചെയ്യുക, ഒന്നിപ്പിക്കുക, റിലേറ്റ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. കമ്പയർ വരാം, കണക്ട് വരാം, റിലേറ്റ് ചെയ്യപ്പെടുക. ഓക്കെ, ഇതിനകത്ത് ജസ്റ്റാപോസിന്റെ സിമിലർ കൊടുത്തിരിക്കുന്നത് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ സെപ്പറേറ്റ് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക, റിജക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതിന്റെ ആന്റോണിംസ് ആണ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഓക്കെ, അടുത്ത ഒരു ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കൺട്രോൾ ഡിസോർഡർ ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഓക്കെ, ക്ലെപ്റ്റോമാനിയാക്ക് എന്ന് പറയുന്നത്. ക്ലെപ്റ്റോമാനിയാക്ക് എന്ന് പറയുന്നത് അയാൾക്ക് എന്താണ്, ഇങ്ങനെ തെഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ത്വരയാണ്. അതായത് സ്റ്റീൽ ചെയ്യുക, പക്ഷെ അയാൾക്ക് പേടിയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അയാൾ സ്റ്റീൽ ചെയ്തിരിക്കും. എന്നാലേ അയാൾക്കൊരു സന്തോഷം കിട്ടത്തുള്ളൂ. അങ്ങനത്തെ ഒരു പേഴ്സൺ, അതൊരു അസുഖമാണ്. അപ്പൊ അതിനെ പറയുന്നതാണ് അയാൾ ഒരു ക്ലെപ്റ്റോമാനിയാക്ക് ആണ്. അതായത് തീഫ്, ഹീസ് ആൾസോ നോൺ ആസ് തീഫ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്തത് ലാക്കോണിക്. ലാക്കോണിക് എന്ന് പറയുന്നത് കൺസൈസ് എന്ന് പറയുന്നതാണ് ഇതിന്റെ സിമിലർ മീനിങ് എന്ന് പറയുന്നത്. കൺസൈസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രീഫ് ആക്കുക, ചുരുക്കി പറയുക, ബ്രീഫ് ആക്കുക, ഷോർട്ട് ആക്കുക എന്നൊക്കെ ഒരു മീനിങ് വരും. ഇതിനകത്ത് ലെങ്തി എന്ന് പറയുന്നത് അതിന്റെ ആന്റോണിയം ആണ്, ഓപ്പോസിറ്റ്, കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണ് ലെങ്തി എന്ന് പറയുന്നത്. ലാക്കോണിക് എന്ന് പറയുന്നത് അയാള് എന്താണ് സംസാരിക്കുന്നത് ഭയങ്കര ബ്രീഫായിട്ടായിരിക്കും, കാര്യം മാത്രം സംസാരിക്കും, കാര്യം സംസാരിച്ചിട്ട് മാത്രം പോകും. ആ ഒരു പേഴ്സണെ പറഞ്ഞാണ് ഹീസ് എ ലാക്കോണിക് പേഴ്സൺ എന്നുള്ള രീതി പറയും. അപ്പം അത് കൺസൈസ് ആണ് അതിന്റെ സിനോണിം എന്ന് പറയുന്നത്. അപ്പൊ ലെങ്തി എന്നൊക്കെ പറയുന്നത്, ലെങ്തി അയാൾ ഭയങ്കര ടോക്കറ്റീവ് ആണ്, അല്ലെങ്കിൽ വെർബോസ് ആണ്. വെർബോസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ പറയുന്നതാണ് വെർബോസ്. ഓക്കെ, അപ്പം ലാക്കോണിക് എന്ന് പറയുന്നത് കൺസൈസ്. അടുത്തത് മെല്ലിഫ്ലുവസ്. മെല്ലിഫ്ലുവസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഹാർമോണിയസ് ആയിട്ടുള്ള, അതായത് യൂഫോണി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, യൂഫോണി എന്ന്. അതിന്റെ ഒരു സിമിലർ മീനിങ് വരുന്നതാണ് നമ്മുടെ മെല്ലിഫ്ലുവസ്, അതായത് സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ട് എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ട്, സ്വീറ്റ് സൗണ്ടിങ് എന്നൊക്കെ പറയുന്നതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അടുത്തത് നെബുലസ്. നെബുലസ് എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടും ക്ലിയർ അല്ലാത്ത, ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ഐഡിയ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ നമ്മൾ പറയാണ് ഒട്ടും ക്ലാരിറ്റി അല്ല എന്ന് പറയുന്നതാണ് നെബുലസ്. അതാണ് പ്രിസൈസ്, ഓക്കെ, വേഗമായിട്ടുള്ള ഐഡിയ പറയുന്നതാണ് നെബുലസ്, വേഗ്. ഇതിനകത്തെ ക്ലിയർ, പ്രിസൈസ് എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ആന്റോണിയംസ് ആണ്. നെബുലസ് എന്ന് പറഞ്ഞാൽ വേഗാണ്, ഒട്ട് അൺക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ പറയുന്നതാണ് നെബുലസ്. ക്ലിയർ, പ്രിസൈസ് എന്നൊക്കെ പറയുന്നത് അതിന്റെ ആന്റോണിയംസ് ആണ്. ടു ഒബ്ഫുസ്കേറ്റ് ഓക്കെ എന്ന് പറയുന്നത്, ഓക്കെ, നമുക്ക് കൺഫ്യൂസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ബ്ലർ ആയിട്ടുള്ള, അതായത് ഇതേപോലെ തന്നെ സിമിലർ നെബുലസിന്റെ സെയിം മീനിങ് ആണ് വേഗ, അൺക്ലിയർ, ബ്ലർ എന്നൊക്കെ സിമിലർ മീനിങ്സ് വരാം. അതായത് ഇതിനകത്ത് കൺഫ്യൂസ് എന്ന് പറയുന്നതാണ് ഇതിന്റെ സിമിലർ മീനിങ്. അടുത്തത് പെർണീഷ്യസ് എന്ന് പറയുന്നത് ഒരു നമ്മളെ ഹാർംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം, അതിനെ പറയുന്നതാണ് പെർണീഷ്യസ്. അപ്പം ഇതിനകത്ത് പറയുന്നത് ഡെഡ്ലി, അതായത് ഭയങ്കര ഹാർംഫുൾ ആണ് നമുക്ക്, അങ്ങനത്തെ ഒരു കാര്യത്തിനെ പറയുന്നതാണ് പെർണീഷ്യസ്.
ഓക്കെ, അപ്പൊ അതിന്റെ ആന്റോണിയംസ് എന്തൊക്കെ വരാം? ഹാംലെസ് വരാം, സേഫ് വരാം, അതൊക്കെ വരാം. ഓക്കെ, അടുത്തത് ഷണ്ട്. ഷണ്ട്, ടു ഷൻ സമ്മൺ എസൈഡ്. അതായത് ഒരാളെ ഷണ്ട്, ഇപ്പം ബുള്ളി ചെയ്യുക എന്നൊക്കെ പറയുന്നത് പോലെ ഷണ്ട് ചെയ്യുക, അയാളെ എക്സ്ക്ലൂഡ് ചെയ്യുക, അയാളെ ഒഴിവാക്കുക എന്നുള്ള മീനിങ് ആണ് അതിനകത്ത് വരുന്നത്. ടു ഷൻ സമ്മൺ എസൈഡ്, എക്സ്ക്ലൂഡ് ചെയ്യുക. അപ്പൊ ഇതിനകത്ത് ഇൻക്ലൂഡ് എന്നൊക്കെ പറയുന്നത് അതിന്റെ ആന്റോണിയംസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇഡിയംസ് ആണ്. ഇഡിയംസ് എന്ന് പറയുമ്പോൾ ത്രോ ഇൻ ദി സ്പോഞ്ച്. ത്രോ ഇൻ ദി സ്പോഞ്ച്. ത്രോ ഇൻ ദി സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ഡിഫീറ്റ്. നമ്മൾ ഡിഫീറ്റ് അഡ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ഇഡിയംസ് നിങ്ങൾ റെഗുലർലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സോ അതെപ്പോഴും എന്തെങ്കിലും മോക്കൊക്കെ അറ്റൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും നോക്കുക. അപ്പം ത്രോ ഇൻ ദി സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ഡിഫീറ്റ്, ഡിഫീറ്റ് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. എ സ്ക്വയർ പെഗ് ഇൻ എ റൗണ്ട് ഹോൾ റെഫേഴ്സ് ടു. അതായത് സ്ക്വയർ പെഗ് എന്ന് പറയുന്നത് സ്ക്വയർ ആണ്, അത് റൗണ്ട് ഹോളിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഫിറ്റ് ആവത്തില്ല. അപ്പം ഇതിനകത്ത് സിമിലർ മീനിങ് എന്തായിരിക്കാം? ഓക്കെ, സമ്മൺ ഇൻ ദി റോങ് ജോബ്. ഒരാള് ഒരു റോങ് ജോബിലാണ്, അയാൾക്ക് ഒട്ടും പറ്റാത്ത ഒരു ജോബിലാണ് അയാൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് ഇങ്ങനെ ഇഡിയം യൂസ് ചെയ്യാം, ഈ ഇഡിയം യൂസ് ചെയ്യാം. അതായത് എ സ്ക്വയർ പെഗ് ഇൻ എ റൗണ്ട് ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, ദി എക്സ്പ്രഷൻ മാൻ ഓഫ് സ്ട്രോ. മാൻ ഓഫ് സ്ട്രോ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ, ഒരു ഇന്റഗ്രിറ്റിയും ഒരു റെപ്യൂട്ടേഷനും ഒന്നും ഇല്ലാത്ത ഒരാൾ, ഒട്ടും ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ആളെ പറയുന്നതാണ് മാൻ ഓഫ് സ്ട്രോ എന്ന് പറയുന്നത്. സ്ട്രോ എന്താണ്, നമ്മൾ യൂസ് ചെയ്തിട്ട് കളയും. സോ അതെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇഡിയം യൂസ് ചെയ്യാം, മാൻ ഓഫ് സ്ട്രോ എന്ന് പറയുന്നത്. വിത്തൗട്ട് എ സബ്സ്റ്റൻസ്. ഇപ്പം പവർഫുൾ ഒക്കെ എന്നൊക്കെ പറയുന്നത് എന്തായാലും വരത്തില്ല. പവർഫുൾ, വെൽത്തി, കറേജിയസ് എന്ന് പറഞ്ഞാൽ ഒരു അപ്പർ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ വിത്തൗട്ട് എ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു വാല്യൂ ഇല്ല, അയാളൊരു വീക്ക് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അപ്പൊ അതിനെ നമ്മൾ മാൻ ഓഫ് സ്ട്രോ എന്ന് പറയാം. ടു ടേൺ ദിസ് ടേബിൾസ്. ടു ടേൺ ദിസ് ടേബിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പം അയാൾ ഭയങ്കര ഒട്ടും സ്ട്രോങ് അല്ലാത്ത ഒരു വീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അയാള് ഭയങ്കര റിച്ച് ആകുകയാണ്, അല്ലെങ്കിൽ അയാൾ ഭയങ്കര സ്ട്രോങ് ആകുകയാണെങ്കിൽ അയാളെ നമുക്ക് പറയാം ഹി ടേൺ ദി ടേബിൾസ് എന്നുള്ള രീതി പറയാം. അപ്പം എന്താണ്, റിവേഴ്സ് ദി സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ റിവേഴ്സ് ചെയ്തു, അയാള് ആ സിറ്റുവേഷൻ റിവേഴ്സ് ചെയ്തു. ഓക്കെ, ദി ഫ്രേസ് ഓൺ ദി ടിപ്പ് ഓഫ് വൺസ് ടങ്. അപ്പം ഓൺ ദി ടിപ്പ് ഓഫ് വൺസ് ടങ് എന്ന് പറഞ്ഞാൽ നമ്മള് ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മുടെ നാവിൻ തുമ്പിലുണ്ട്, പക്ഷെ അത് അങ്ങോട്ട് വരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറയാം ഓൺ ദി ടിപ്പ് ഓഫ് വൺസ് ടോ, അതിന്റെ നാവിന്റെ തുമ്പിലുണ്ട് എന്നിങ്ങനെ പറയാം. അതായത് നമുക്ക് റിമെമ്പേർഡ് ആണ്, ഓൾമോസ്റ്റ് റിമെമ്പേർഡ് ആണ്, പക്ഷെ നോട്ട് ക്വൈറ്റ്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ബ്ലോയിങ് വൺസ് ഓൺ ട്രംപറ്റ്. അതായത് ട്രംപറ്റ് വായിക്കുന്ന എപ്പോഴാണ്, നമ്മൾ ഭയങ്കര ആഘോഷമുള്ളപ്പം, ആരെങ്കിലും ജയിച്ചാല് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലായിരിക്കും നമ്മൾ ട്രംപറ്റ് വായിക്കുന്നത്. അപ്പം ബ്ലോയിങ് വൺസ് ഓൺ ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ വിജയത്തിൽ ആഘോഷിക്കുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ പുകഴ്ത്തി പറയുക, ഒരു സ്വയം പൊങ്ങി എന്നുള്ള ഒരു മീനിങ് ആണ് അതിന് വരുന്നത്. അപ്പം ബ്രാഗിങ് അബൌട്ട് വൺ സെൽഫ്, അതായത് നമ്മളെ തന്നെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ആളെയാണ് ബ്ലോയിങ് വൺസ് ഓൺ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പം വാലി ഓഫ് ദി ഷാഡോ ഓഫ് ഡെത്ത്. വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് വേറൊരു ഇഡിയമാണ്. ഇതെന്ന് പറഞ്ഞാൽ അതായത് നമ്മള് ഡെത്തിന്റെ താഴ്വരയിലാണ്, നിയർനെസ് ടു ഡെത്ത് ആണ്, ഡെത്ത് ആൻഡ് ഫിയറിന്റെ അടുത്ത് നിൽക്കാണ് എന്നുള്ളൊരു മീനിങ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പം വേറെ പറയുകയാണെങ്കിൽ ഇപ്പം ടാനാറ്റോഫോബിയ എന്ന് പറയാം. ടാനാറ്റോഫോബിയ നിങ്ങൾ അല്ലാതെ വേർഡ്സ് പഠിക്കുമ്പോൾ ഫോബിയാസ് ഒക്കെ പഠിക്കത്തില്ലേ, അപ്പം ഇതുകൂടെ നോക്കുക. ടാനാറ്റോഫോബിയ അതായത് ഡെത്ത് വരും എന്നുള്ള ഒരു ഫിയർ ഇല്ലേ, ആ ഒരു ഫിയറിനെ പറയുന്നതാണ് ടാനാറ്റോഫോബിയ.
ഓക്കെ, അടുത്തത് ടു ഗോ ടു ഗോ ടു ദി വാൾ. ടു ഗോ ടു ദി വാൾ എന്ന് പറഞ്ഞാൽ നമ്മള് ഗീവ് വേ അല്ലെങ്കിൽ ബി വാങ്ക്വിഷ്ഡ് എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് പരാജയപ്പെടുത്തുക, ആരെങ്കിലും പരാജയപ്പെടുത്തുക. ടു ഗോ ടു ദി വാൾ എന്ന് പറയുന്നത് ആരെങ്കിലും പരാജയപ്പെടുത്തുക എന്നൊരു മീനിങ് ആണ് വരിക. ടു ബി വാങ്ക്വിഷ്ഡ്. ഓക്കെ, അടുത്തത് ത്രോ കോൾഡ് വാട്ടർ ഓൺ. അതായത് ഇപ്പൊ നമ്മള് ഭയങ്കര എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോട്ടിവേഷൻ ഒക്കെ എടുത്തിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഒരാൾ വന്നിട്ട് ഡിസ്കറേജ് ചെയ്യുക അല്ലെ ഡിമോട്ടിവേറ്റ് ചെയ്യാണ്. അപ്പൊ പറയാം നമുക്ക് ത്രോ കോൾഡ് വാട്ടർ ഓൺ. നമ്മളെ അണച്ചു, അതായത് തീ അണച്ചു നമ്മളെ. ആ ഒരു അതൊന്ന് ആലോചിച്ചാൽ മതി. തീ അണയ്ക്കുക, അതായത് നമ്മുടെ ആ ഒരു മോട്ടിവേഷൻ അണച്ചു. അപ്പൊ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയി. അപ്പം ഇതിനകത്ത് എന്തായിരിക്കാം? ഡിസ്കറേജ് ചെയ്യുക, നമ്മളെ ഡിസ്കറേജ് ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ് ഈ ഇഡിയത്തിനുള്ളത്. ത്രോ കോൾഡ് വാട്ടർ ഓൺ. അടുത്തത് എ വീൽ വിത്തിൻ വീൽസ്. ഒരു വീലിനുള്ളിൽ മറ്റൊരു വീല്. അപ്പൊ സോ കോംപ്ലിക്കേറ്റഡ് എന്ന് ഓർക്കുക. അപ്പൊ എന്താണ്? എക്സ്ട്രീം കോംപ്ലിസിറ്റി. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ടു ഡ്രോ ദി ലൈൻ. അതായത് ഒരു വര വരയ്ക്കുക, ഒരു വര വരച്ച് അതിന്റെ അപ്പുറത്ത് പോവാൻ പറ്റാത്ത രീതിയിൽ നിർത്തുക. അങ്ങനെ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ് സെറ്റ് ലിമിറ്റ്സ്. ടു ഡ്രോ ദി ലൈൻ എന്ന് പറയുന്നത്. ടു ടേക്ക് ഹേർട്ട് ഈസ് ടു ടേക്ക് ഹേർട്ട്. അതായത് നമ്മള് നമ്മുടെ എന്താ ഭയങ്കര ഹോപ്പ്ഫുൾ ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഭയങ്കര എൻകറേജ്ഡ് ആയിട്ട് നിൽക്കുക, ഒരു കോൺഫിഡൻസ് ഉള്ളതുപോലെ നിൽക്കുക എന്നൊക്കെ പറയുന്നതാണ് ടു ടേക്ക് ഹേർട്ട്. അപ്പം ടു ടേക്ക് ഹേർട്ട് എന്ന് പറഞ്ഞാൽ ബിക്കം ഹോപ്പ്ഫുൾ എന്നൊരു മീനിങ് ആണ് അതിനുള്ളത്. പിന്നെ ഓക്കെ, അടുത്ത മീനിങ് അടുത്തെന്ന് പറഞ്ഞാൽ ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ്. ഗ്രൈൻഡ് ചെയ്യാൻ ആക്സ് എടുക്കുക. അപ്പം എന്താണ്? അതൊരു ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് സെർവ് ചെയ്യുക, അതായത് ഒരു സ്വാർത്ഥ താല്പര്യത്തോടെ പെരുമാറുക എന്നൊക്കെ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു മീനിങ് എടുക്കാം അതിന്റെ. ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ റീഅറേഞ്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആർക്കെങ്കിലും മ്യൂട്ട് മാറ്റിയിട്ട് പറയാൻ പറ്റുമോ? നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ കുറച്ചുകൂടെ ഇതാവും. ആരെങ്കിലും ഉണ്ടോ? എനിവൺ? ഓക്കെ, ഞാൻ നോക്കാം. ഓക്കെ, ഇത് നമ്മൾക്ക് ഈ സെന്റൻസ് റീഅറേഞ്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഓരോ സെന്റൻസ് ആയിട്ട് റീഅറേഞ്ച് ചെയ്ത് നോക്കുക. അപ്പം ഇവിടെ എന്താണ്? ദി കമ്പനി കണ്ടിന്യൂഡ് ടു വയലേറ്റ് അല്ല, ഡിസ്പൈറ്റ് റിപ്പീറ്റഡ് വാർണിംഗ്സ് ദി കമ്പനി കണ്ടിന്യൂഡ് ടു വയലേറ്റ് എൻവയോൺമെന്റൽ നോംസ് ഇഷ്യൂഡ് ബൈ ദി അതോറിറ്റീസ്. ഓക്കെ, അത് കറക്റ്റ് ഓർഡറിലാണ്. ABCD തന്നെയാണ് അതിന്റെ ഓർഡർ. സോ അതെന്ന് പറയുന്നത് ABCD തന്നെയാണ്. ഓക്കെ, അടുത്തത് നോക്കാം. ദി സുപ്രീം കോർട്ട് ഫൈനലി ഡെലിവേർഡ് ഇറ്റ്സ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ലിറ്റിഗേഷൻ. അപ്പൊ എന്താണ്? സുപ്രീം കോർട്ട് CBDA ഇതിനകത്ത് CBDA ഉണ്ടോ? ഇല്ല. പക്ഷെ അതെന്തോ അത് ടൈപ്പ് ചെയ്തതിന്റെ ഒരു എറർ ആണ്. CBDA ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അതായത് ദി സുപ്രീം കോർട്ട് ഫൈനലി ഡെലിവേർഡ് ഇറ്റ്സ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ലിറ്റിഗേഷൻ. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ട്രയൽ കോർട്ട് കൺവിക്റ്റഡ് ദി അക്യൂസ്ഡ് വിത്തൗട്ട് എക്സാമിനിങ് ദി എവിഡൻസ് ഇൻ എ hasty manner.
ഓക്കെ, അപ്പം ട്രയൽ കോർട്ട് ബി കൺവിക്റ്റഡ് ദി അക്യൂസ്ഡ് സി എ ഡി. അപ്പം ബി സി എ ഡി, എ ആണ് ആൻസർ. ഓക്കെ, അടുത്തതെന്ന് പറയുമ്പോൾ the committee was constituted to ensure transparency in the selection process by the government. Upon the committee was constituted to ensure A in selection process C by the government D. Upon B A C D. B A C D അല്ലായിരുന്നു. ഓക്കെ, അതും എന്തോ ഒരു എറർ ആണ് ഒന്ന്. ഓക്കെ, ബി എ സി ഡി ആണ് ഉത്തരം വരുന്നത്. ദി കമ്മിറ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് to ensure transparency by the government, the committee. ഓക്കെ, സോറി, അതിനകത്ത് DBAC തന്നെയാണ്. അതായത് ബൈ ദി ഗവൺമെന്റ് ദി കമ്മിറ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദി സെലക്ഷൻ പ്രോസസ് ടു എൻഷുർ ട്രാൻസ്പെറൻസി, അങ്ങനെ തന്നെയായിരുന്നു വരുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഓക്കെ, the situation will deteriorate rapidly unless the situation will deteriorate immediately unless corrective measures are taken immediately. Okay, the situation will deteriorate rapidly immediately. Okay, the situation will deteriorate rapidly unless corrective measures are taken immediately എന്ന് പറയുന്നതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞത് സിറ്റിസൺ മസ്റ്റ് റിമെയിൻ വിജിലന്റ്. ആരെങ്കിലും മ്യൂട്ട് മാറ്റിയായിരുന്നു? കൈ തട്ടിയതാണ്. ആണോ? ഓക്കെ 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 ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആൻസർ പറയാൻ ശ്രമിക്കാവോ? ഓക്കെ, ശ്രമിക്കാം. ഓക്കെ ഓക്കെ. ആരാ പറയുന്ന പേരെന്ന് പറയോ? ഫർസാന. ഓക്കെ ഓക്കെ. Democratic society, citizens. Citizens must remain vigilant, being conscious of their right. And B അല്ലേ? ഓക്കെ, CBAD. അത് രണ്ടോ? ഓക്കെ ഓക്കെ, അത് എന്തോ എററാണ്. രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും മ്യൂട്ട് മാറ്റിയിട്ട് ഇതേപോലെ ട്രൈ ചെയ്യും. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് വർക്ക് ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ വേറെ ആരെങ്കിലും ഉണ്ടോ ആൻസർ പറയാൻ? The accused was B ആണോ? The accused was acquitted by the court after a due to lack of evidence after a prolonged trial. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് A ആണ്. A ആണോ? A ആണ്. അതായത് the accused was acquitted by the court due to lack of evidence after a prolonged trial. ഓക്കെ, നമ്മുടെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. ഭയങ്കര സ്പീഡായി പോയാൽ മനസ്സിലായിരുന്നോ? മനസ്സിലായി. കുഴപ്പമില്ലല്ലോ, നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ ഓക്കെ.
ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. എന്തായാലും നോട്ടൊക്കെ ഷെയർ ചെയ്യും, ആ കുഴപ്പമില്ല. ഓക്കെ. ആ ഓക്കെ.